ആ കുറുന്തൂട്ടിയുടെ കട ചെത്തി കളയല്ലേ. ആ കുഞ്ഞെവിടെ? അടുക്കളയിലുണ്ട്. ഇപ്പോഴൊന്നും പുറത്തേക്ക് വരാനുള്ള വകുപ്പില്ലല്ലോ. എന്താ വിളിക്കണോ? വേണ്ട വേണ്ട. എന്നാ പിന്നെ വളച്ചുകെട്ടില്ലാതെ വിഷയത്തിലേക്ക് കിടക്കാം. നിർമ്മലയ്ക്ക് വീട്ടിൽ എന്തെങ്കിലും ആലോചനകൾ നടക്കുന്നുണ്ടോ വിവാഹ സംബന്ധമായിട്ട്? ഏയ് വഴിയില്ല. അതെന്താ? എന്നെ പഠിപ്പിക്കാനും മറ്റുമായിട്ട് അമ്മാവന് കുറെ കടമുണ്ടേ. എന്റെ ശമ്പളത്തിൽ നിന്ന് വേണം അതൊക്കെ കൊടുത്തു തീർക്കാൻ. അതിന്റെ ഇടയ്ക്ക് കല്യാണം എന്നൊക്കെ പറഞ്ഞാ. ശരി, നിർമ്മലയുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? തുറന്നു പറയാൻ മടിയുള്ള വിഷയമാണ്. എന്നാലും എന്നോടായതുകൊണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ട് പോലുമില്ല. എന്നാ വാദ്യാര് പണിക്ക് പുറമെ ഇയാൾക്ക് ദല്ലാള് പണി ഉണ്ട് എന്ന് തോന്നില്ലെങ്കിൽ ഞാൻ വിഷയം പറയാം. നമ്മുടെ ബാലന്മാഷില്ലേ, എനിക്ക് കുട്ടിക്കാലം മുതലേ അയാൾ അറിയാം. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കുള്ളതുപോലെ യാതൊരു വഴിവിട്ട ശീലവും അയാൾക്കില്ല. ഒരു പെങ്ങളേ ഉള്ളൂ. അവളെ ആരുടെയെങ്കിലും കൂടെ അയച്ചിട്ട് സ്വന്തം കാര്യം ആലോചിക്കൂ എന്ന് പറഞ്ഞു നിൽക്കുകയായിരുന്നു. ഇപ്പോ നിർമ്മലയെ കണ്ടു, പാട്ടൊക്കെ കേട്ടു. അയാൾക്കൊരാശ. നിർമ്മലയ്ക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ തന്നെ മുൻകൈ എടുക്കാം, വീട്ടിൽ വന്ന് സംസാരിക്കാം. വിരോധമില്ലെങ്കിൽ ഒന്നും പറഞ്ഞില്ല. പെട്ടെന്ന് അങ്ങനെ ഒരു പൊക്കോ പൊക്കോ, ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. അതോടെ എന്നിൽ പ്രതീക്ഷകൾ ഉണർന്നു. എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലെങ്കിലും മറ്റാരെയും ഇഷ്ടപ്പെടുന്നില്ലെന്ന് പറഞ്ഞല്ലോ. എൻ്റെ സ്വപ്നങ്ങൾക്ക് ആക്കം കൂടി. ആ സംഗീതം എന്നെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ. എന്താടോ? ഓണൊക്കെ വരണേ. ആ ഓണൊക്കെ വരണേ. ചാരായം കുടിക്കാനാ കള്ളൻ. അപ്പോ ഞാനൊരു കാര്യം ആലോചിക്കായിരുന്നു. എന്താ? സാർ നാളെ ടൗണിൽ പോകുന്നുണ്ടോ? ഉണ്ട്. വീട് പണിക്കാർക്ക് ഓണം പ്രമാണിച്ച് എന്തെങ്കിലും കൊടുക്കണം. പിന്നെ നിർമ്മലയെ ഒറ്റയ്ക്ക് വിടുന്നത് ശരിയല്ലല്ലോ. പയ്യന്നൂർക്കുള്ള ബസ് കയറ്റി വിടണം. വടക്കേലെ ശ്രീധരൻ നാളെ അവധിക്ക് വരുന്നുണ്ട്. ആ കാറ് ഏതായാലും ടൗൺ വരെ വെറുതെ പോണുണ്ട്. ബസ്സിൽ ചാടി കയറി വെറുതെ ഇടിയും തൊഴിയും കൊള്ളണ്ടല്ലോ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, നാളെ ഞാനും ടൗൺ വരെ വന്നു കളയാം. എന്തിന്? അല്ല, വേറൊന്നുമല്ല, ഈ ഓണം മത്സരത്തിനുള്ള ട്രോഫികൾ വേണേ, അതെന്റെ ചുമതലയാ. നമുക്ക് ഒരുമിച്ച് തിരിച്ചു പോരുകയും ചെയ്യാം. ആ അങ്ങനെയാണെങ്കിൽ രാവിലെ ഒരു 9 മണിക്ക് താൻ ജംഗ്ഷനിൽ വന്ന് നിൽക്കുക. നിന്നാൽ താൻ വന്ന് നിൽക്കടോ. പ്രവേശിക്കുകയാണ്. പൊന്നിൻ തിരുവോണത്തിന് സ്വാഗതമരളിക്കൊണ്ട ദേവീക്ഷേത്ര മൈതാനിയിൽ കുട്ടികളുടെ കലാകായിക മത്സരങ്ങൾ അരങ്ങേറുന്നു. ജനകീയാസൂത്രണത്തിന്റെയും പുരോഗമന കലാ സാംസ്കാരിക സംഘടനയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നാട്ടിലെ പുതിയ പ്രതിഭകളെ കണ്ടെത്തുവാനോ. ഞാൻ ടൗണിലേക്ക് പോവാ, ട്രോഫികൾ വാങ്ങണ്ടേ. നാളെ ഫുൾ ടൈം ഞാൻ കൂടെ ഉണ്ട്. എന്നാ നമുക്ക് പോവാം. ശരി, എന്നാ ഞങ്ങൾ വിട്ടോട്ടെ. വിട്ടോളൂ. ശരി. നാട്ടിലെ പുതിയ പ്രതിഭകളെ കണ്ടെത്തുവാനുള്ള മഹാസംരംഭത്തിൽ പ്രബുദ്ധരായ ഓരോരുത്തരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. പൊന്നിൻ തിരുവോണത്തിന് സ്വാഗതമരളിക്കൊണ്ട ദേവീക്ഷേത്ര മൈതാനിയിൽ കുട്ടികളുടെ കലാകായിക എനിക്ക് മാഷോട് പിണക്കൊന്നുമില്ല കേട്ടോ. അതിന് പിണങ്ങേണ്ടത് ഞാനല്ലേ, എന്നെയല്ലേ തല്ലിയത്. എന്താ മാഷ ഇത്? സ്നേഹിതരാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കൊടുത്തൊന്നും കൊണ്ടുവന്നൊക്കെ ഇരിക്കും. അതൊക്കെ അപ്പ വിട്ട് കളയണം. ഞാനത് അപ്പോഴേ മറന്നു. അത് ശരി. മാഷിത് എങ്ങോട്ടാ? ടൗണിലേക്കാ. ടൗണിലേക്കോ? ഞാൻ ടൗണിലേക്കല്ല. നമുക്ക് ഒരു ചായ കുടിച്ചാലോ? ഞാൻ കുടിച്ച. ഒന്നുകൂടെ കുടിച്ചാലെന്താ? ഇന്ന് മാഷ് എന്റെ വക ചായ കുടിക്കുന്നു. എന്നാലേ മാഷ്ക്ക് എന്നോടുള്ള പിണക്കം മാറിയെന്നൊരു സമാധാനാവും. വാ വാ.
ഇങ്ങ് വാ മോശെ. 2 ചായ. ആ ലേശം പുട്ട് കഴിക്കുന്നോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാ. നല്ല ചൂടുള്ള പുട്ടാ. ബെസ്റ്റ് കടലക്കറിയുണ്ട്. 2 കുറ്റി പുട്ട് ഇങ്ങോട്ട് എടുത്തു വെച്ചോളൂ. കടലക്കറി ഇഷ്ടാണല്ലോ അല്ലേ? ഓ. എനിക്കും ഭയങ്കര ഇഷ്ടാ. ആ 2 പടലപ്പഴവും. മാഷിക്ക് ഞാനേ ഒരു സിഗരറ്റ് വലിച്ചാലേ എന്തെങ്കിലും ഒന്ന് കഴിക്കാനുള്ളൊരു മൂഡ് വരും. ഇപ്പൊ വരാം. അതെ, പൈസ അയാളെടുന്ന് വാങ്ങിച്ചോളൂ. വരിക വാ നിർത്ത മുമ്പിൽ കയറി. മാഷ് ട്രോഫി വാങ്ങാൻ ഇറങ്ങിയതാ. അതെ, ഓണാഘോഷം കമ്മിറ്റി സെക്രട്ടറി ഞാനാണല്ലോ. നമ്മള് എത്ര മണിക്ക് ടൗണിലെത്തും? അത് ടൗണിലെത്തുമ്പോ വാച്ച് നോക്കിയാ മതി, മണി പിടി കിട്ടും. എനിക്ക് വീട് പണി നടക്കുന്നിടത്ത് ഒന്ന് ഇറങ്ങണം. ഒരു 5 മിനിറ്റ്. ഇപ്പൊ വരാട്ടോ. സുരേന്ദ്ര, തന്റെ എഞ്ചിനീയർ സാറ് വന്നില്ലേ? സാറ് വന്നു. കുറച്ചേരം കാത്തു നിന്നു. 12 മണിക്ക് വരാമെന്ന് പറഞ്ഞു പോയി. ഛേ, ഇയാൾ എവിടേക്കായി മുങ്ങണേ? കാശിന് ആവശ്യം വരുമ്പോ മാത്രം പ്രത്യക്ഷപ്പെടും, അല്ലെങ്കിൽ മഷി ഇട്ട് നോക്കിയാൽ കാണില്ല. അയാള് വരുമ്പോ വരട്ടെ, എനിക്ക് വേറെ പണിയുണ്ട്. ആ കള്ളൻ എഞ്ചിനീയർ പോയി കളഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുറപ്പിക്കാനുള്ളതാ. 12 മണിക്ക് വരൂ അത്രേ. ഓ, അല്ലെങ്കിൽ ഞാൻ ടൗണിലേക്ക് വരണോ? ബാലകൃഷ്ണൻ മാഷുണ്ടല്ലോ, പുള്ളി ബസ് കയറ്റി വിട്ടാ പോരെ? ഹെഡ് മാസ്റ്റർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ. സാരമില്ല, ഞാൻ നോക്കിക്കോളാം. ബസ് കയറ്റി വിട്ടാ മാത്രം പോരാ, നിർമ്മലയ്ക്ക് വീട്ടിലേക്ക് എന്തൊക്കെയോ തുണി എടുക്കണമെന്ന് പറഞ്ഞു. അത് ഒരു പ്രശ്നമില്ല. എന്റെ സുഹൃത്തുക്കളുടെ ടെക്സ്റ്റൈൽ ഷോപ്പുകൾ തന്നെ ടൗണിൽ 5-6 എണ്ണം ഉണ്ട്. ഓഹോ, ആ എങ്കിൽ പിന്നെ വിട്ടോളൂ. ഓ, ആ പിന്നെ തുണി എടുക്കുന്ന കൂട്ടത്തിൽ ബാലൻ നിർമ്മലയ്ക്കൊരു സാരി വാങ്ങിച്ചു തരും, ഓണക്കോടി. വേണ്ടാന്നൊന്നും പറഞ്ഞു കളയരുത്. ആ എന്നാ പിന്നെ വിട്ടോളൂ. എനിക്ക് കാർ കയറിയ മിണ്ടാതിരിക്കുമ്പോ ഭയങ്കര ടെൻഷനാ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. മാഷ് പറഞ്ഞോളൂ, ഞാൻ കേട്ടോളാം. കേട്ടാ മാത്രം പോരാ, ഇങ്ങോട്ടും പറയാലോ. ടീച്ചർക്ക് ഞങ്ങളുടെ നാടൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇത് മാഷ് തന്നെ ഒരിക്കൽ ചോദിച്ചതാണല്ലോ. ചോദിച്ചോ? എപ്പോ? അന്ന് ആ വഴി വെച്ച്. ഓ ശരിയാണ്, ചോദിച്ച ചോദ്യം തന്നെ വീണ്ടും ചോദിക്കുന്നതിൽ അർത്ഥമില്ല. എങ്കിൽ ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. ടീച്ചർ നോൺ വെജിറ്റേറിയനോ അതോ വെജിറ്റേറിയനോ? എന്തിനാ? അല്ല, ഊണ് കഴിച്ചിട്ട് ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയ പോരെ? എനിക്ക് ഊണൊന്നും വേണമെന്നില്ല. ഞാൻ ഇനി വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും കഴിക്കും. അതുവരെ വിശക്കില്ലേ? ഞാൻ പറഞ്ഞാൽ വിശപ്പ് കേൾക്കും. ഞാൻ പറഞ്ഞ വിശപ്പ് കേൾക്കില്ല. എങ്കിൽ മാഷ് ഒരു കാര്യം ചെയ്യൂ, എനിക്ക് ആ ടെക്സ്റ്റൈൽ ഷോപ്പ് ഒന്ന് കാണിച്ചു തന്നിട്ട് മാഷ് പോയി സുഖമായിട്ട് ഊണ് കഴിച്ചോളൂ. അത് ശരിയാവില്ല. എന്നെ ഹെഡ് മാസ്റ്റർ ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് സ്കൂളിനോടും ഹെഡ് മാസ്റ്ററോടും എനിക്കൊരു ഉത്തരവാദിത്വമില്ലേ? ടീച്ചറെ ബസ് കയറ്റി വിടാൻ മുന്നോട്ട് വെച്ച കാൽ ഞാൻ പിന്നോട്ടെടുക്കില്ല. ഇപ്പോഴും ജയിലിലായത് എങ്ങനെ എന്ന് പറഞ്ഞില്ല. നന്ദന് ബോറടിക്കുന്നില്ലേ? ഇല്ലല്ലോ, തീവ്രമായ ഒരു പ്രേമകഥയാണ് ഇതുവരെ പറഞ്ഞത്. ഇതിലെവിടെയാണ് പെൺവാണിപ്പം? അതിലേക്ക് വരുന്നതല്ലേ ഉള്ളൂ. ടീച്ചറിനെ ബാലേഷൻ ബസ് കയറ്റി വിട്ടിട്ട്? ബസ് കയറ്റി വിട്ടില്ല. ടീച്ചർക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നല്ലോ.